PFI അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെ SDPIക്കും പൂട്ട് വീഴാൻ പോകുന്നു, അല്ലെങ്കിൽ ഏകദേശം പൂട്ട് വീണിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിയായ SDPI എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയതോടെ SDPI നിരോധനത്തിനുള്ള സാധ്യതകൾ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തും. PFIയെ നിരോധിക്കാൻ ബാധകമായ എല്ലാ കാരണങ്ങളും SDPIക്കും ബാധകമാണ് എന്നാണ് ED വിശദീകരിച്ചിരിക്കുന്നത്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ വെച്ച് SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തതും രാഷ്ട്രീയ പാർട്ടി എന്ന പദവി ദുരുപയോഗം ചെയ്ത് ഭീകരപ്രവർത്തനങ്ങൾ തുടരുന്നതിനെതിരായ കേന്ദ്ര നടപടികളുടെ ഭാഗം തന്നെയാണ്. നമുക്കറിയാം എങ്ങനെയാണ് കേന്ദ്രം PFI പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടിയത് എന്ന്. അത് 3 പേരുടെ കൂട്ടുകെട്ടിന്റെ ഫലമാണ്. കേരളത്തിലെ പല ഭാഗങ്ങളിലടക്കം NIA ഉദ്യോഗസ്ഥർ മാസങ്ങളോളം ഒളിച്ചു താമസിച്ചാണ് 2 വർഷം മുൻപ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കൂട്ടത്തോടെ പൊക്കിയത്. അവർ ഇന്നും പുറം ലോകം കണ്ടിട്ടില്ല. മോദി, അമിത്ഷാ, അജിത് ഡോവൽ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ വിജയമായി ഹിന്ദുസ്ഥാൻ ടൈംസ് പോലുള്ള ഭരണപക്ഷത്ത് നിൽക്കാത്ത മാധ്യമങ്ങൾ പോലും അത് വലിയ രീതിയിൽ പറഞ്ഞൊരു നേട്ടം തന്നെയാണ്. എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സ്വഭാവം പഠിച്ചവർക്ക് വളരെ നന്നായി അറിയാമായിരുന്നു ഇതുകൊണ്ട് മാത്രമൊന്നും ഇത്തരം സംഘങ്ങളെ തളയ്ക്കാൻ കഴിയില്ല എന്ന്. അവരുടെ സാമ്പത്തിക നാദി എന്ന് പറയുന്നത് അത് അറുത്തു കളഞ്ഞാൽ മാത്രമേ തീവ്രവാദത്തിന്റെ വേരറുക്കാൻ സാധിക്കൂ എന്നത്. അതാണിപ്പോൾ കേന്ദ്രം മുന്നിട്ടിറങ്ങുന്ന ഒരു കാര്യവും. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടുവെങ്കിലും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ SDPI ഇവിടെ തന്നെയുണ്ട്. പേര് മാറിയെന്നേ ഉള്ളൂ. സാമൂഹിക പ്രവർത്തനത്തിന്റെ ലേബലിൽ അവർ പോറ്റുന്ന ചെറുതും വലുതുമായ മനുഷ്യാവകാശ സംഘടനകൾ ഇനിയും അനവധിയുണ്ട്. അടുത്ത 25 വർഷത്തേക്കുള്ള അജണ്ട സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 5 വർഷത്തേക്ക് തങ്ങളുടെ അജണ്ട എന്താണെന്നും എങ്ങനെ അധികാരം പിടിക്കാമെന്നും ചിന്തിക്കുന്നവരാണ് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ. എന്നാൽ SDPI എന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കൾ തന്നെ സമ്മതിക്കുന്നത് അവർ ദീർഘകാല അജണ്ടയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി ആണെന്നാണ്. ചിട്ടയും ഘട്ടം ഘട്ടവുമായുള്ള പ്രവർത്തനത്തിലൂടെ അടുത്ത 25 അല്ലെങ്കിൽ 20 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അധികാരം പിടിച്ചടക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് SDPI നേതാക്കൾ മറച്ചുവെക്കുന്നുമില്ല. അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങളോട് അവർ പറയുന്നത് 1982 വെറും 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന BJP 90കളുടെ അവസാനം തങ്ങൾ അധികാരം പിടിക്കുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമായിരുന്നോ എന്ന മറുചോദ്യം തന്നെയാണ്. അങ്ങനെ നരേന്ദ്രമോദി വീണ്ടും ഇറങ്ങുകയാണ്. PFI പോലെ SDPI അങ്ങനെ കാണാമറയങ്ങളിൽ പോകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ പൂട്ട് വീഴുകയാണ്. ദുരൂഹമായ വിവിധ അക്കൗണ്ടുകളിലൂടെ PFIയിൽ നിന്ന് 4.07 കോടി രൂപ SDPIയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ED കണ്ടെത്തിയത്. ഇതേപ്പറ്റിയുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം 12 തവണ നോട്ടീസ് നൽകിയിട്ടും MK ഫൈസി ഹാജരായിരുന്നില്ല. PFIക്കും SDPIക്കും ഒരേ അംഗങ്ങളാണെന്നും രാഷ്ട്രീയ പാർട്ടിയായ SDPIയുടെ നയരൂപീകരണവും പൊതുപരിപാടികളും പ്രവർത്തകരെ സംഘടിപ്പിക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമെല്ലാം പോപ്പുലർ ഫ്രണ്ടാണ് ചെയ്യുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ കോഴിക്കോട് ആസ്ഥാനമായ യൂണിറ്റി ഹൌസിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ രേഖകളിൽ SDPI എങ്ങനെ പ്രവർത്തിക്കണമെന്നും സ്ഥാനാർത്ഥികളെ അടക്കം ഏത് തരത്തിൽ കണ്ടെത്തണമെന്നും PFI നൽകുന്ന നിർദ്ദേശങ്ങൾ കണ്ടെടുത്തതായും ED വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് SDPIക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ PFI പണപ്പിരിവ് നടത്തിയെന്നും ഇതുവഴി 3.75 കോടി രൂപ സമാഹരിച്ചെന്നും ED കണ്ടെത്തി. PFIയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങളും ഒരേ കേഡർ സംവിധാനവുമെല്ലാം SDPIയുടെ നിരോധനത്തിലേക്ക് തന്നെയാണ് വഴി തുറക്കുന്നത്.